ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമമായി അതിൽ ഇന്നലെ ഒരു മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. നേരത്തെയും ഇത്തരം മർദ്ദിച്ച ജീവനക്കാരെ ആദ്യഘട്ടത്തിൽ 2-3 മാസം മാറ്റി നിർത്തിയിട്ട് പിന്നീട് വീണ്ടും അവർ തിരിച്ചു വരികയാണ്. ഇത് മർദ്ദനവിടപ്പതി 100 പേരിൽ 50 പേരും ഇത്തരം കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്നൊരു തരത്തിലൊരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഓരോരോ കാലഘട്ടങ്ങളിൽ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്ത് വരുന്ന കുറേ ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് കുറ്റകൃത്യമാണ്, ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ശിശുക്ഷേമ സമിതിയിൽ ഉൾപ്പെടെയുള്ള ഹോമുകളിൽ, സർക്കാരിൻ്റെ ഹോമുകളിലും NGO-കളുണ്ട്, ഹോമുകളിലുമൊക്കെയുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രവർത്തനം വിലയിരുത്തും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ളൊരു ചരിത്രമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇപ്പോൾ ഒരു തുടർച്ചയാണല്ലോ ഇത് അവരെ അനുവദിക്കുന്നത്. അപ്പം അങ്ങനെ അനുവദിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം പുതിയ ആളുകളെ നിയമിക്കുമ്പോഴും അവരുടെ ഒരു സൈക്കോ സോഷ്യൽ ഒരു അനാലിസിസ്, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ എടുത്ത് എന്താണെന്നുള്ളതൊരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പരിശോധിച്ച് ഇതൊരു ജോലിക്കപ്പുറത്തേക്ക് ഒരു കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ശിശുക്ഷേമ സമിതിയിൽ ലഭിച്ചത് 6 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ്. ഇന്ന് രാവിലെ 2:30. അത് വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ നടപടികളുണ്ട്. ഇപ്പം എല്ലായിടത്തും ക്യാമറകളുണ്ട്, പക്ഷെ ഇല്ലാത്ത ഇപ്പം ടോയ്ലറ്റ് അവിടെ നമുക്ക് ക്യാമറയില്ല. അതിൽ മറ്റു കുഞ്ഞുങ്ങളുടെ പ്രൈവസിയും ഒക്കെ അതിന് വിഷയമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജീവനക്കാരുടെ സേവന മനോഭാവവും അഭിരുചിയും കുഞ്ഞുങ്ങളോടുള്ള അവരുടെ സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരിശോധിക്കണം എന്നുള്ളത് തന്നെ ആണ്. അതിലിപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വനിതാ ശിശു വികസന വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിൽ ആ റിപ്പോർട്ട് കൂടി വരട്ടെ. അഡീഷണൽ ഡയറക്ടറാണ് അത് അന്വേഷിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് പോകേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആ ശാസ്ത്രീയമായിട്ടുള്ള ചില സമീപനങ്ങൾ ജീവനക്കാരെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ വേണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുടരാനായിട്ട് പാടില്ല. അതൊരു അസസ്മെൻറ്റ് വേണം, ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു അസസ്മെൻറ്റും ഒരു ഇവാലുവേഷനും ഇവരുടെ ഒരു പ്രവർത്തനം സംബന്ധിച്ച് വേണം എന്നുള്ളത് തന്നെയാണ്. നിലവിലുള്ള 3 പേർക്കെതിരെ കർശനമായ നടപടി തന്നെയായിരിക്കും. അതിലൊരു സംശയവുമില്ല. അത് ശിശുക്ഷേമ സമിതി നടപടി സ്വീകരിച്ചിരുന്നു. അത് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പോലീസിന്റെ കേസും ഉണ്ടല്ലോ. അതിൽ ഒരു ഉന്നതതല അന്വേഷണം നടത്തണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് എന്തൊക്കെ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പരിശോധിച്ചതിന് ശേഷം ഉന്നതതല അന്വേഷണമായിരിക്കും. തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം നടത്തും. അതെന്താണെന്ന് പരിശോധിക്കട്ടെ, അതെന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആ ഒരു വിഷമമൊക്കെ ഉൾക്കൊണ്ടാണ് അതിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും.